അത് ചെറിയ സംശയമുള്ള എന്താ വെച്ചാൽ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ് നമ്മളുടെ ഡയറക്റ്റ് സിഗ്നൽ ഇൻപുട്ട് വരുന്ന പിന്ന്. ഫസ്റ്റ് പിന്നാണ് ഇൻപുട്ട്, നാലാമത്തെ പിന്ന് സ്പീക്കർ ഔട്ട്. ഇതിന് നെഗറ്റീവ് അതിലല്ല. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ചിലർ നമ്മുടെ ചാനലിൽ വന്നിട്ട് അതിന്റെ സംശയം ചോദിച്ചിട്ടുണ്ട്. അതായത് TDA 2030 പകരം TDA 2050 ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായ ഉത്തരവുള്ളൂ. TDA 2050 2030 സ്ഥാനത്ത് ഇടാം, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ചെറിയൊരു ആംബിൾ ഒരു 2.1 ആയിട്ട് വളരെ 3 IC വെച്ചിട്ട് ചെയ്ത ഒരു ആംബ് ഉണ്ട്. അപ്പൊ അതിലേക്ക് സബിന്റെ ചാനലിൽ ഞാൻ 2050 ആട്ട്, അപ്പൊ മറ്റേ രണ്ട് ചാനലിലും 2030. അപ്പൊ അതിന്റെ പെർഫോമൻസും അതിന്റെ വ്യത്യാസങ്ങളും നമുക്ക് ഇതിൽ നോക്കിയിട്ട് കാണാം. ആംബിൾ സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിനോ അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് ചെയ്താൽ മതിയോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് ശേഷം പിൻ കോൺഫിഗറേഷൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആംപ്ലിഫയർ. അതായത് സാധാരണ TDA 2030 ബോർഡാണ്. അപ്പൊ ഈ ബോർഡിൽ നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ ഇതിനകത്ത് ആ സബിന്റെ ഇതില് ഞാൻ ഇട്ടിട്ടുള്ളത്, അതായത് കപ്പാസിറ്ററിന്റെ അടുത്തുള്ള IC വരുന്നത് 2050 ആണ്. മറ്റേത് രണ്ടും വരുന്നത് 2030 IC ആണ്. അപ്പൊ അതില് എന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ വ്യത്യാസം, അടിയിൽ പ്രിന്റ് മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് തിരിച്ചു നോക്കുമ്പോൾ കാണാം അതില് അതേ പ്രിന്റിൽ തന്നെയാണ്, അതേ ക്ലാമ്പിൽ തന്നെയാണ് സോൾഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ 2050 ഞാൻ സബിനും മറ്റേത് ചാനലിനാണ് കൊടുത്തുള്ളത്. അപ്പൊ ഇതില് നമുക്ക് ഇവിടെ ഇപ്പൊ തൊടുമ്പോ നമ്മളിപ്പോ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് സബ്വൂഫർ ഫിൽട്ടർ ബോർഡാണ്. കണ്ടിട്ട് പരിചയമുള്ളവർക്ക് അറിയാം. അപ്പൊ സബ്വൂഫർ ഫിൽട്ടർ ബോർഡ് തൊടുമ്പോ നമുക്ക് ഇവിടെ ഇൻപുട്ട് തൊടുമ്പോ വർക്കിംഗ് നിങ്ങൾക്ക് സബിന്റെ എഫക്ട് കേൾക്കുന്നുണ്ടാവും. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് TDA 2030 പകരം TDA 2050 ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ആ സംശയത്തിന് ഉത്തരം അതേ ഉള്ളൂ. TDA 2030 പകരം TDA 2050 ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു IC കൂടി ഉണ്ട്, LM1875. അത് നമ്മൾ അധികം ആളും കൂടുതലായിട്ടൊന്നും ഉപയോഗിച്ച് കാണുന്നില്ല. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2030, പിന്നെ അത് മാറ്റിയിടുന്ന 2050. അതങ്ങനെ തന്നെ ഇതുവരെ ഉപയോഗിച്ചുള്ളൂ. ഇനി ഇതിന്റെ പിന്നൗട്ട്, അതായത് ഇതിന്റെ പിന്നുകളിൽ ഏതൊക്കെയാ കണക്ഷൻ വരുന്നതെന്ന് പറയാം. അപ്പോ പിന്നൗട്ടിൽ ആദ്യം നമ്മൾ പറയുന്നത് 2030 തന്നെയാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പിന്ന് വരുന്നത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, സെക്കൻഡ് പിന്ന് വരുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, മൂന്നാമത്തെ പിന്ന് നെഗറ്റീവ് വോൾട്ടേജ്, നാലാമത്തെ പിന്ന് ഔട്ട്പുട്ട് സ്പീക്കറിലേക്കുള്ള, അഞ്ചാമത്തെ പിന്ന് പോസിറ്റീവ് വോൾട്ടേജ്. TDA 2050 സെയിം ആണ്. ഫസ്റ്റ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, രണ്ടാമത്തെ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, പിന്നെ മൂന്നാമത്തത് നെഗറ്റീവ് വോൾട്ടേജ്, നാലാമത്തത് ഔട്ട്പുട്ട്, ലാസ്റ്റത്തെ പോസിറ്റീവ് വോൾട്ടേജ്. അപ്പൊ ഇതിൽ ആ സെന്ററിലുള്ളത്, അതായത് തേർഡ് പിന്ന്, അത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. അത് ഈ ടാബ്, സ്ക്രൂവിന്റെ ടാബ് ആയിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ഈ ബോർഡിൽ ഡയറക്റ്റ് ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്ന ചില ടൈപ്പ് ബോർഡുകൾ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഉണ്ടോ, ബോർഡിൽ ഡയറക്റ്റ് ഇങ്ങനെ സ്ക്രൂ ചെയ്യാം. അതിന് മൈക്ക ഷീറ്റും ഇൻസുലേഷനോ ഐസൊലേഷനോ ഒന്നും സംഭവിച്ചില്ല, ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്നത് വെക്കുമ്പോൾ നമ്മൾ ഈ ബോർഡ് ഇപ്പൊ ഹീറ്റ് സിങ്ക്, ഇപ്പൊ മെറ്റൽ ബോഡിയുള്ള കേസ് ആണെങ്കിൽ അതിന്റെ മുകളിൽ സ്ക്രൂ ചെയ്യാൻ പാടില്ല. അപ്പോ അതായത് മെറ്റൽ ബോഡി ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ ആ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് വോൾട്ടേജ് ഗ്രൗണ്ട് ആയിട്ട് ഷോർട്ട് ആവും. അപ്പോ ഈ ICക്ക് ഈ പുഷ് പുൾ വോൾട്ടേജ് കിട്ടിയില്ലെങ്കിൽ തന്നെ IC കംപ്ലൈന്റ് ആവും. ഹം എന്ന് പറഞ്ഞൊരു ഒച്ച വരും, ഇത് ടച്ചായ ഉടൻ തന്നെ. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇത് ഈ ബോർഡാണ് നമ്മൾ ഉയർത്തി നിർത്തേണ്ടത്. ഈ സിങ്ക് സെപ്പറേറ്റ്, അതായത് ആ ബോർഡിന്റെ മുകളിൽ എവിടെയും ടച്ച് ചെയ്യാതെ നിൽക്കണം. അങ്ങനെ വരുന്ന ബോർഡുകളിൽ. അതേസമയം ചില ബോർഡുകളിൽ ആ കണക്ഷൻ, ഇതിപ്പോ ഒരു സബ്വൂഫർ ഹോം തിയേറ്ററിന്റെ ബോർഡാണ്, ഒരു 5.1 ബോർഡ്. അതിനകത്ത് ചാനൽ ICകൾ ഇതാണ്. അപ്പൊ ഇതിൽ സബ് മാത്രമാണ് 2030 കൊടുത്തുള്ളത്. അത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു മറ്റേ സിങ്ക് ആയിട്ട് യാതൊരു ബന്ധമില്ലാതെയാണ് നിർത്തി. വളരെ ചൂട് കൈകാര്യം ചെയ്താലും ഉരുകാത്ത ടൈപ്പ് ഒരു മെറ്റീരിയൽ വെച്ചാണ് ആ പ്രോപ്പർട്ടി, ആ ബുഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ബുഷ് വെച്ചിട്ട് ആണ് നമ്മൾ ഇതിനകത്തേക്ക് സ്ക്രൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആ നെഗറ്റീവ് വോൾട്ടേജ് സിങ്ക് ആയിട്ട് കണക്ട് ആവില്ല. അപ്പൊ അല്ലെങ്കിൽ ഇത് ഇവിടെ ഈ സിങ്ക്, ഇവിടെ ഈ എർത്ത് ഉള്ളത് കൊണ്ട്, ചിലത് ഇവിടെ എർത്ത് ഉണ്ട്, ആ എർത്ത് ഉള്ളത് കൊണ്ട് ആ നെഗറ്റീവ് വോൾട്ടേജ് അതിൽ കൂടെ വന്നിട്ട് എർത്തായിട്ട് കംപ്ലൈന്റ് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോ TDA 2030 ബോർഡൊക്കെ വാങ്ങുകയാണെങ്കിൽ, നമുക്ക് അങ്ങനെയുള്ളത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അറിയാതെ കൊണ്ടൊന്നും ചേസിൽ വിറ്റരുത്. നമ്മളെപ്പോഴും IC ഇങ്ങനെ വെച്ചത് നോക്കണം. അപ്പൊ TDA 2030 ICയും TDA 2050 ICയും തമ്മിൽ മാറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാര്യം വോൾട്ടേജ് ആണ്. 2050 ഉപയോഗിച്ചിരുന്ന ICയിലുള്ള സ്ഥാനത്തേക്ക് 2030 എടുത്തു വെച്ചാൽ ചിലപ്പോൾ അവിടെ പവർ സപ്ലൈ കൂടുതലുണ്ടെങ്കിൽ ഈ IC ബേണായി പോകും. അതല്ല 2030 ഉള്ളിടത്ത് 2050 ആണ് വെക്കുന്നതെങ്കിൽ അതിന് വോൾട്ടേജ് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് TDA 2030 IC 14 മുതൽ 18 വോൾട്ട് വരെയുള്ള സപ്ലൈയിൽ നമുക്ക് 12 മുതൽ 14 വരെ വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടും. അതിന്റെ മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 25 വോൾട്ട് വരെയാണ്. അപ്പോൾ ആ സമയത്ത്
നമുക്ക് 4 ohms മുതൽ 8 ohms വരെ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 22 വാട്ട്സ് വരെ ഔട്ട്പുട്ട് കിട്ടും. അതായത് ഇതിനേക്കാളും 8 വാട്ട്സോളം കൂടുതൽ ഇതിന് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് നല്ല കറന്റ് ഹാൻഡ്ലിംഗ് ആണ് ഈ IC. അതായത് കൂടുതൽ ആംബിയർ സപ്പോർട്ട് ചെയ്യും. അതായത് കൂടുതൽ കറണ്ട് കൈകാര്യം ചെയ്യുന്ന അവസരം, അതായത് സബ് ഊഫർ ആംബ് മറ്റേതിലൊക്കെ അങ്ങനെ ഒന്നിൽ കൂടുതൽ ബൂഫറുകൾ വരുന്നതിലൊക്കെ ഈ IC വളരെ യോജിക്കുന്നതാണ്. കൂടുതൽ ഇതിനേക്കാളും സപ്ലൈ വോൾട്ടേജ് ഒരു 18 to 20 വോൾട്ട് വരെയൊക്കെ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നല്ല പ്രതീക്ഷിച്ച് നമ്മൾ നല്ല സബിന് വേണ്ട നല്ല ഔട്ട്പുട്ടുള്ള ഒരു നല്ല ഔട്ട്പുട്ട് ഈ IC-ന്ന് കിട്ടും. അപ്പൊ TDI 2030-ന്റെയും TDI 2050-ന്റെയും ഒരു ചെറിയ ഒരു ഡാറ്റ ഷീറ്റാണ് ഇപ്പൊ ഞാൻ തന്നത്. അപ്പൊ അത് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ കമന്റ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്ത് അറിയിക്കാം. പിന്നെ ഇതിനകത്തുള്ള പിന്നിന്റെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഇൻവേർട്ടിംഗ് ഇൻപുട്ടും. അപ്പൊ അത് രണ്ടും എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അത് ചോദിക്കാം. അത് ചെറിയ സംശയമുള്ള എന്താ വെച്ചാൽ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ് നമ്മളുടെ ഡയറക്റ്റ് സിഗ്നൽ ഇൻപുട്ട് വരുന്ന പിന്ന്. ഫസ്റ്റ് പിന്നാണ് ഇൻപുട്ട്, 4ാമത്തെ പിന്ന് സ്പീക്കർ ഔട്ട്. ഇതിന് നെഗറ്റീവ് അതിലല്ല, നെഗറ്റീവ് നമ്മളെ മറ്റേ സപ്ലൈന്റെ ഗ്രൗണ്ടാണ് സ്പീക്കറിന് നെഗറ്റീവ് ആയിട്ട് വരിക. പവർ സപ്ലൈയിൽ വരുന്ന മറ്റേ നെഗറ്റീവ് വോൾട്ടേജ് പോസിറ്റീവ് ഗ്രൗണ്ടുള്ള ഗ്രൗണ്ടും ഈ IC-യുടെ 4ാമത്തെ പിന്നാണ് സ്പീക്കർ വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതലായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.